പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? നമുക്ക് എല്ലാ കാര്യങ്ങളും അതുപോലെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ എന്ന് പറഞ്ഞിട്ടില്ലേ, അതിലൊരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് അറിയുവാനായിട്ട് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി മുതൽ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനലിലെ വീഡിയോസ് കൂടുതലും എങ്ങനെ പണം സമ്പാദിക്കാം, ചെലവ് കുറച്ച് എങ്ങനെ ജീവിക്കാം, അതുപോലെ മണി സേവിങ് ഐഡിയാസ്, ട്രിക്സുകൾ, കാര്യങ്ങളും കൂടാതെ ഇപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ നേടിയെടുക്കാം എന്നുള്ളതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരായ രീതിയിൽ നിരന്തരം കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സത്യസന്ധമായ രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ട്രിക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് മാനിഫെസ്റ്റേഷൻ ടിപ്സുകളായിട്ട് ഞാനിപ്പോൾ ഓരോരോ വീഡിയോകൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. മറ്റുള്ള വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം. അതായത് നമ്മൾ എടുത്തു ചാടി മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൃത്യമായ രീതിയിലല്ല മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കൂല. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം മാനിഫെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാത്തപ്പോൾ നമുക്ക് നിരാശ തോന്നും, ഇതൊന്നും സത്യമല്ലെന്ന് തോന്നും കേട്ടോ. എന്നാൽ ഇതെല്ലാം സത്യമാണ്. കൃത്യമായിട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ പലർക്കും സംശയം തോന്നും, ഇതെല്ലാം വെറും തട്ടിപ്പാണെന്ന് തോന്നും. അങ്ങനെയൊന്നും അല്ല. കാരണം ആരെയും കുറ്റം പറയുവാനായിട്ട് സാധിക്കില്ല. യൂട്യൂബ് തുറന്നിട്ടുണ്ടെങ്കിൽ പല സംഖ്യകളാണ്. 121, 555, അതുപോലെ 777, 333, 369, ഇങ്ങനെ പല സംഖ്യകളുണ്ട്. ഇതിൽ ഏതാണ് അപ്പൊ ശരി? ഏത് ചെയ്താലാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാനായിട്ട് സാധിക്കുക എന്നൊക്കെ സാധാരണക്കാർ ചിന്തിക്കും. എന്നാൽ പല സംഖ്യകൾ ഇങ്ങനെ മാറി മാറി പറയുന്നു എന്നേ ഉള്ളൂ. ഇതിനായിട്ട് നമ്മൾ അവലംബിക്കേണ്ട രീതിയും കാര്യങ്ങളും ഒന്ന് തന്നെയാണ് കേട്ടോ. ചില ആളുകൾക്ക് ഒരിക്കലും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കില്ല. അതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മാനിഫെസ്റ്റ് ചെയ്യാൻ പ്രാപ്തരായിട്ടില്ല. കാരണം ഇതിനൊരു ലെവൽ 1, ലെവൽ 2 എന്നിങ്ങനെ ഉണ്ട്. നമ്മളിങ്ങനെ ഗെയിം കളിക്കുമ്പോൾ ലെവൽ 1 ഗെയിം കളിച്ചാണല്ലോ ലെവൽ 2ലും 3യിലേക്കൊക്കെ കയറുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഇതിനും ഓരോ ലെവലുകൾ ഉണ്ട് കേട്ടോ. ആ ഒരു സ്ഥാനത്തേക്ക് എത്തിയെങ്കിൽ മാത്രമാണ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുള്ളൂ. അതിന് നമുക്ക് പേഴ്സണലായിട്ട് കുറച്ച് യോഗ്യതകളും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ മാനിഫെസ്റ്റേഷൻ ടിപ്പ് 1, 2, 3 എന്ന് പറഞ്ഞിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ വീഡിയോയും കാണുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുവാനായിട്ട് പോകുന്നത് കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെ നേടിയെടുക്കാമെന്നാണ് കേട്ടോ. ഈ കാന്തം എങ്ങനെയാണ് ഇരുമ്പിനെ ആകർഷിക്കുന്നത്? കാന്തം ഒരു സ്ഥലത്ത് വെച്ചിട്ട് കുറച്ച് ഇരുമ്പ് തരികൾ ചുറ്റിനും വിതറിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ എല്ലാ ഇരുമ്പ് തരികളെയും ഈ കാന്തത്തിനെ ആകർഷിക്കുവാൻ സാധിക്കില്ല അല്ലേ? കാരണം കാന്തത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇരുമ്പ് തരികളെ ആയിരിക്കും ഈ കാന്തം ആകർഷിക്കുന്നത്. കാന്തം ഇവിടെ വെച്ചിട്ട് ഇരുമ്പ് തരികൾ ഒരുപാട് ദൂരെ വെച്ചിട്ടുണ്ടെങ്കിൽ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുമോ? ഇല്ല. അപ്പോൾ കാന്തത്തിനോട് അടുത്ത് നിൽക്കുന്ന തരികളെ മാത്രമാണ് കാന്തം ആകർഷിക്കുന്നത് അല്ലേ? അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ആഗ്രഹിച്ച് അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളോട് അടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ വേണം ആദ്യം ആഗ്രഹിക്കുവാനായിട്ട് കേട്ടോ. നമുക്ക് ഒരിക്കലും പ്രാപ്യമല്ലാത്ത കാര്യങ്ങൾ ആഗ്രഹിച്ച് അത് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല. കാരണം ഇപ്പോ നമ്മൾ യാതൊരു വിദ്യാഭ്യാസ യോഗ്യതയുമില്ല, 10ാം ക്ലാസ് പോലും വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്ത ഒരാള് വീട്ടിലിരുന്നു കൊണ്ട് എനിക്ക് ഡോക്ടർ ആവണം എന്ന് വിചാരിച്ചത് കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതിനെ പറയാൻ നേരും നിറവും ഒന്നുമില്ല. ഈ പ്രപഞ്ചം, ഈ പ്രകൃതി എന്നൊക്കെ പറയുന്നത് നേരും നിറവും ഉള്ള കാര്യങ്ങളാണ്. ഒരു ഉദാഹരണത്തിന് ഒരു ബിസിനസ്സുകാരനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നിത്യേന കച്ചവടം നടക്കുന്ന കാര്യങ്ങൾ തന്നെ കൂടുതൽ കച്ചവടം നടക്കുവാനൊക്കെ ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാട്ടോ. അപ്പോൾ കൂടുതൽ അതിനകത്ത് അഭിവൃദ്ധി വരും. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിത നിലവാരം മെച്ചപ്പെടും. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കയ്യിൽ പണം വന്നു ചേരുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന് മറ്റു ആഗ്രഹങ്ങളും നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിരന്തരം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ കുട്ടി ഇപ്പോൾ ഒരു 80% മാർക്ക് നിലവിൽ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതൊരു 90% മാർക്ക് കിട്ടുവാനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം. അതിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ അതിനോട്ട് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കും. നമ്മൾ തീവ്രമായിട്ട്, നമ്മൾ സത്യസന്ധമായിട്ട് നേരോടും നിറവോടും കൂടി ഒരു കാര്യം തന്നെ ആഗ്രഹിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹം നമുക്ക് ലഭ്യമാക്കുവാനായിട്ട് ഈ പ്രപഞ്ചം തന്നെ നമ്മുടെ കൂടെ നിൽക്കും കേട്ടോ.
ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല എറണാകുളത്തുണ്ടായിരുന്ന ഞാൻ ഇവിടെ കൊല്ലത്ത് എനിക്ക് ആഗ്രഹിച്ചതുപോലെ ഒരാളെ വിവാഹം കഴിച്ച് ജീവിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും അതുപോലുള്ള ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നേ. നമ്മൾ എന്ത് കാര്യം ആഗ്രഹിക്കുമ്പോഴും നമ്മുടെ ജീവിത സാഹചര്യത്തിനോട് അടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ മാത്രം ആഗ്രഹിക്കുക കേട്ടോ. അത് വെച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു അവിശ്വാസം ഉണ്ടാകും. ഒരിക്കലും നടക്കാനിടയില്ലാത്ത കാര്യമൊക്കെ വെച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് നമ്മുടെ മനസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പുറമേയുള്ള മനസ്സ് കൂടാതെ നമുക്കൊരു ഉപബോധ മനസ്സ് കൂടി ഉണ്ടല്ലോ. ആ മനസ്സിൽ ഇത് ഒരിക്കലും നടക്കില്ല എന്നുള്ളൊരു വിശ്വാസമാണ് പതിഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ എത്ര തീവ്രമായിട്ട് പുറമെ ആഗ്രഹിച്ച് കൃത്യമായ രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്താലും ആഗ്രഹം നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ നിലവിലെ ജീവിത സാഹചര്യങ്ങളോട് അടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ വെച്ച് വേണം ആദ്യം മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങുവാനായിട്ട്. അപ്പോൾ എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടന്ന് കിട്ടിയതായിട്ടുള്ള ഒരു ഫീല് നമുക്ക് കിട്ടണം. അത് ചില പ്രണയ ബന്ധങ്ങളിലൊക്കെ ആ ഫീൽ അനുഭവിക്കാനായിട്ട് സാധിക്കും. ഒരാളുമായിട്ട് പ്രണയത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അദ്ദേഹവുമായിട്ട് വിവാഹം കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള നിമിഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഒരുപാട് ഇമാജിൻ ചെയ്യും. അതുപോലെ നമുക്ക് ഇമാജിൻ ചെയ്ത് അത് നടന്ന് കിട്ടിയ രീതിയിൽ നമ്മുടെ ഭാവനയിൽ നമുക്ക് കൃത്യമായിട്ട് കാണുവാൻ സാധിക്കും. അതിന്റെ ഒരു ഫീല് നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മളിങ്ങനെ 7 ദിവസം ഫ്രീ ആകാനായിട്ട് പ്ലാൻ ചെയ്ത് 7 ദിവസം മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യണമെന്നും പറഞ്ഞ് ബുക്കും പേനയൊക്കെ എടുത്ത് ഇഷ്ടപ്പെട്ട അക്കമൊക്കെ വെച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് പോകുമ്പോൾ 1ാമത്തെ ദിവസം 2ാമത്തെ ദിവസമൊക്കെ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സം വരും അല്ലേ? തടസ്സം വരും. അങ്ങനെ തടസ്സം വരുന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളുക, നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എപ്പോഴും ഇങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ തടസ്സം വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു സമയമായിട്ടില്ല. കാരണം നമ്മളിപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാനായിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ എന്താണ് മാനിഫെസ്റ്റേഷൻ എന്ന് അറിയാത്തവർക്കായിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോഴേ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ഏറ്റവും നമ്മുടെ അടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.